ജ്യോതിഷപ്രകാരം നോക്കുമ്പോൾ സൂര്യനും ശുക്രനും ഉൾപ്പെടെയുള്ള നിരവധി ഗ്രഹങ്ങൾക്ക് ഉണ്ടാകുന്ന സ്ഥാനചലനം കൊണ്ട് വളരെയധികം പ്രാധാന്യമർഹിക്കുന്ന ഒരു സമയമായിട്ടാണ് ജ്യോതിഷലോകം ഈ ജൂൺ മാസത്തിൽ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളെ കണക്കാക്കുന്നത്. കാരണം ജ്യോതിഷപ്രകാരം നോക്കുമ്പോൾ ഈ ജൂൺ മാസത്തിൽ വളരെയധികം അനുകൂലവും പ്രതികൂലവുമായിട്ടുള്ള മാറ്റങ്ങളാണ് ചില മനുഷ്യരുടെ ജീവിതത്തിൽ, അതായത് ചില രാശിക്കാരുടെയും ചില നക്ഷത്രക്കാരുടെയും ജീവിതത്തിൽ വരുവാൻ പോകുന്നത്. പലപ്പോഴും നവഗ്രഹങ്ങളിൽ നടക്കുന്ന ഓരോ മാറ്റവും വളരെ പ്രധാനപ്പെട്ട മാറ്റങ്ങളായിട്ടാണ് നാം കണക്കാക്കേണ്ടത്. അതിൽ ഗ്രഹങ്ങളുടെ രാജാവായ സൂര്യൻ ഈ ജൂൺ മാസത്തിന്റെ തുടക്കത്തിൽ തന്നെ വൃശ്ചികം രാശിയിലേക്ക് മാറിക്കഴിഞ്ഞു. അതുപോലെ തന്നെ ബുധൻ, ശുക്രൻ, ചൊവ്വ എന്നീ ഗ്രഹങ്ങളുടെ രാശി മാറ്റവും ഇപ്പോൾ നടക്കുകയാണ്. ശുക്രൻ ജൂണിന്റെ തുടക്കത്തിൽ തന്നെ അതിന്റെ രാശിമാറ്റം നടത്തുകയും അതിനെ തുടർന്ന് ബുധനും ചൊവ്വയും ഒക്കെ രാശിമാറ്റം നടത്തിയതും മൂന്ന് രാശിക്കാരായിട്ടുള്ള വ്യക്തികളിലേക്ക് വളരെ വലിയ രീതിയിലുള്ള സൗഭാഗ്യങ്ങളാണ് കൊണ്ടുവരുവാൻ പോകുന്നത്. ഇന്നത്തെ ഈ അധ്യായത്തിലൂടെ ആ മൂന്ന് രാശിക്കാർക്ക് ഈ ഗ്രഹങ്ങളുടെ സ്ഥാനമാറ്റങ്ങൾ കൊണ്ട് ഇനിയുള്ള ദിവസങ്ങളിൽ ജീവിതത്തിൽ നടക്കുവാൻ പോകുന്ന ജ്യോതിഷ ഫലപ്രകാരമുള്ള കാര്യങ്ങളെപ്പറ്റി വ്യക്തമായി പറയുന്നുണ്ട്. എല്ലാവർക്കും പ്രപഞ്ച സത്യം ആസ്ട്രോളജിയുടെ പുതിയ അധ്യായത്തിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഈ ഗ്രഹങ്ങളുടെ സ്ഥാനചലനം കൊണ്ട് ഏറ്റവും അധികം മാറ്റങ്ങൾ ഇനി വരുന്ന ദിവസങ്ങളിൽ ജീവിതത്തിൽ ലഭിക്കുമെന്ന് ഫലപ്രകാരം കാണപ്പെടുന്ന ആദ്യത്തെ രാശിക്കാരായിട്ട് വരുന്നത് കന്നി രാശിക്കാരാണ്. കന്നി രാശിക്കാർക്ക് ഈ ജൂൺ മാസത്തിൽ വളരെയധികം പുരോഗതി ജീവിതത്തിൽ തിരിച്ചറിയുവാൻ കഴിയും. പുരോഗതി എന്ന് പറയുമ്പോൾ ഒരു മേഖലയിലുള്ള മാറ്റങ്ങളെ മാത്രമല്ല ഇതിലൂടെ നിങ്ങൾ കണക്കാക്കേണ്ടത്. നിങ്ങൾ വളരെയധികം ഒരു നല്ല കാര്യം നടന്നു കാണണമെന്ന് ആഗ്രഹിക്കുന്ന മേഖലകൾ എന്തൊക്കെയാണോ അവിടെയെല്ലാം നിങ്ങൾക്ക് ഒരു ശുഭവാർത്ത കേൾക്കുവാനും അതിലെല്ലാം നിങ്ങൾക്ക് വിജയകരമായ ചില മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കുവാനും കഴിയുന്ന സമയമാണ് ഈ ഗ്രഹങ്ങളുടെ മാറ്റങ്ങൾ കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നത്. കന്നി രാശിക്കാരെന്ന് പറയുമ്പോൾ കന്നി രാശിയിൽ ഉൾപ്പെടുന്നത് ഉത്രം, അത്തം, ചിത്തിര എന്നീ നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികളാണ്. നിങ്ങൾക്ക് ജീവിതത്തിൽ ഇതുവരെ നടന്നു വന്നിരുന്ന കാര്യങ്ങളെപ്പറ്റി ഒന്ന് ചിന്തിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സാമ്പത്തിക പ്രശ്നങ്ങളും അതുപോലെ തന്നെ മനസ്സ് നീറി കഴിയേണ്ടി വരുന്ന തരത്തിലുള്ള സാഹചര്യങ്ങളും നിരവധി ഉണ്ടായിട്ടുണ്ടെങ്കിലും ജ്യോതിഷ ഫലപ്രകാരം നോക്കുമ്പോൾ ഈ ഒരു സമയം നിങ്ങൾക്ക് ഭാഗ്യവും അതുപോലെ തന്നെ ജീവിതത്തിൽ പല വിധത്തിലുള്ള മുന്നേറ്റങ്ങളും നിങ്ങളിലേക്ക് നൽകുന്ന അനുകൂലമായ ഒരു സമയമായിട്ടാണ് വരുന്നത്. മനസ്സിന് വളരെയധികം സന്തോഷം നിങ്ങൾക്ക് അനുഭവിക്കുവാൻ കഴിയും. ഒരു മനുഷ്യനെ സംബന്ധിച്ച് നോക്കുമ്പോൾ മനസ്സിന് സന്തോഷവും ഊർജവും ഉണ്ടെങ്കിൽ മാത്രമേ ഓരോ ദിവസവും എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ ചെയ്തു തീർക്കുവാൻ നമ്മൾക്ക് കഴിയുകയുള്ളൂ. അതിനി എത്ര പണക്കാരനായിരുന്നാലും എത്ര സമ്പന്നനായിരുന്നാലും മാനസികമായിട്ടുള്ള സന്തോഷം ഇല്ല എന്നുണ്ടെങ്കിൽ അങ്ങോട്ട് ചെയ്യുന്ന ഒരു കാര്യങ്ങളും ശരിയായി ഭവിക്കുകയില്ല എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് തന്നെ സാമ്പത്തിക പ്രതിസന്ധികൾ ഉള്ളവരായിരുന്നെങ്കിലും അല്ല, നിങ്ങൾക്ക് സാമ്പത്തികമായി പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തവരായിരുന്നാലും നിങ്ങളുടെ മനസ്സിൽ അനുഭവിച്ചു കൊണ്ടിരുന്ന ചില പ്രശ്നങ്ങൾക്ക് പരിഹാരം വരികയും അതുപോലെ തന്നെ മാനസിക സന്തോഷം എന്തെന്നില്ലാത്ത രീതിയിൽ അനുഭവിക്കുവാനുള്ള ഭാഗ്യം നിങ്ങൾക്ക് വന്നു ചേരുകയും ചെയ്യുന്ന ഒരു സമയമാണ് ഈ ജൂൺ മാസം ഇനിയുള്ള ദിവസങ്ങൾ എന്ന് പറയുന്നത്. മാത്രമല്ല സാമ്പത്തികമായിട്ടുള്ള നിങ്ങളുടെ അവസ്ഥകളും വളരെ മെച്ചപ്പെട്ട രീതിയിലേക്ക് മാറുകയും നിങ്ങൾ പോലും അറിയാതെ പല വഴികളിൽ നിന്നും ഒരു സാമ്പത്തിക വരവ് നിങ്ങൾക്ക് ഉണ്ടാകുന്ന തരത്തിലുള്ള ഭാഗ്യാനുഭവങ്ങൾ തീർച്ചയായും കന്നി രാശിക്കാരെ തേടിയെത്തും എന്നുള്ളതാണ് ഇപ്പോൾ ഫലങ്ങൾ സൂചിപ്പിക്കുന്നത്. അപ്പോൾ മനസ്സിന് സന്തോഷവും സാമ്പത്തിക നേട്ടങ്ങളും മാത്രമല്ല ഏറ്റവും നല്ല രീതിയിലുള്ള ഒരു ആരോഗ്യസ്ഥിതിയും കന്നി രാശിക്കാർക്ക്
ഈ ഗ്രഹങ്ങളുടെ എല്ലാം മാറ്റം നടക്കുന്ന ഒരു മാസമായതിനാൽ തന്നെ മഹാഗ്രഹമാറ്റം നടക്കുന്ന മാസമെന്നാണ് ഈ ജൂൺ മാസത്തെ വിശകലനം ചെയ്യുവാൻ സാധിക്കുന്നത്. കാരണം അത്രയേറെ മാറ്റങ്ങൾ പല ഭാഗങ്ങളിൽ നിന്ന് കന്നി രാശിക്കാർക്ക് ഉണ്ടാകുന്ന സമയമാണ് ഇത്. അപ്പോൾ എന്തുകൊണ്ടും നിങ്ങളുടെ ജീവിതത്തെ പോസിറ്റീവായി കാണുകയും എല്ലാ കാര്യങ്ങളും ഊർജ്ജസ്വലതയോടെ ചെയ്യുവാൻ നിങ്ങൾ സ്വയം ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായും നിങ്ങളുടെ ജീവിതത്തിൽ വളരെ വലിയ രീതിയിലുള്ള നേട്ടങ്ങൾ വന്നു ചേരും. അതിന് ഓരോ ദിവസവും കൂലിപ്പണി ചെയ്ത് കുടുംബം പോറ്റുവാൻ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികളാണ് നിങ്ങളെങ്കിലും അപ്രതീക്ഷിതമായി നിങ്ങൾക്കുണ്ടാവുന്ന ചില മാറ്റങ്ങൾ, ചില ഭാഗ്യങ്ങൾ നിങ്ങൾക്ക് ജീവിതം തന്നെ മാറി മറിയുന്ന തരത്തിലുള്ള സാഹചര്യത്തിലേക്ക് നിങ്ങളെ എത്തിക്കും എന്നുള്ളതാണ് ഇപ്പോഴുള്ള ഫലങ്ങൾ പ്രകാരം അറിയുവാൻ കഴിയുന്നത്. ഇനി ഈ ഗ്രഹങ്ങളുടെ സ്ഥാനമാറ്റം കൊണ്ട് വളരെയധികം ഭാഗ്യം നിറഞ്ഞ സാഹചര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരുവാൻ പോകുന്ന രാശിക്കാരായിട്ട് വരുന്നത് തുലാം രാശിക്കാരാണ്. ഈ തുലാം രാശിയിൽ ജനിച്ചവർക്ക് ജൂൺ മാസം എന്ന് പറയുന്നത് വളരെ മികച്ച മാറ്റങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് നൽകുവാൻ പോകുന്നത്. അതുമാത്രമല്ല, നിങ്ങളുടെ ആരോഗ്യത്തിലും നിങ്ങളുടെ ജീവിതത്തിന്റെ പല മേഖലകളിലും നിങ്ങൾക്ക് ഏറ്റവും മികച്ച അനുഭവങ്ങളായിരിക്കും ഈ ഒരു സമയത്ത് കൈവരുവാൻ പോകുന്നത്. അതുപോലെ തന്നെ ജീവിതത്തിൽ വിജയവും പുരോഗതിയും ഉണ്ടാകും എന്ന് പറയുമ്പോൾ ചില വ്യക്തികൾക്ക് ഇത് എങ്ങനെ സംഭവിക്കും എന്നുള്ളതിനെ പറ്റി ഒരു സംശയമുണ്ടാകും. അതായത് നിങ്ങൾ എന്തു തരത്തിലുള്ള ജോലി ചെയ്യുന്നവരാണെങ്കിലും നിങ്ങൾക്ക് ജോലി മേഖലകളിൽ കൂടുതൽ വരുമാന വർധനവ് ഉണ്ടാകുന്ന തരത്തിലുള്ള സാഹചര്യങ്ങളും അതുപോലെ തന്നെ പുതിയ ജോലിയൊക്കെ എങ്ങനെയെങ്കിലും നേടിയെടുക്കണം എന്ന് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ചിത്തിര, ചോതി, വിശാഖം വരുന്ന തുലാം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് ഇത് ഏറ്റവും ഭാഗ്യം നിറഞ്ഞ സമയമാണ്. സർക്കാർ ജോലികളിലേക്കൊക്കെ നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെടുന്ന തരത്തിലുള്ള ഭാഗ്യങ്ങൾ വരെ ഈ ഒരു സമയത്ത് നിങ്ങളുടെ തലയിൽ എഴുതിയിട്ടുണ്ട് എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. തലവിധി വരെ മാറി വരുന്ന തരത്തിലുള്ള സാഹചര്യങ്ങൾ ഈ ഗ്രഹങ്ങളുടെ മാറ്റം കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുമെന്നുള്ള കാര്യം അച്ചിട്ടാണ്. അതുപോലെ വിദേശത്തേക്കൊക്കെ ജോലിക്ക് വേണ്ടി കയറി പോകുവാനുള്ള സാഹചര്യങ്ങളും തടസ്സങ്ങളെല്ലാം നീങ്ങി വിദേശയാത്രാ യോഗവുമെല്ലാം ഈ രാശിക്കാരിൽ കാണുന്നുണ്ട്. ഇനി അടുത്ത രാശിക്കാരായിട്ട് വരുന്നത് ധനുരാശിക്കാരാണ്. അതായത് ഈ ജൂൺ മാസം അവസാനിക്കുന്നതിന് മുൻപ് ജീവിതത്തിൽ വളരെ വലിയ രീതിയിലുള്ള ഭാഗ്യങ്ങൾ നേടിയെടുക്കുവാനുള്ള യോഗമാണ് ധനുരാശിക്കാരിൽ കാണുന്നത്. ധനുരാശിയിൽ ജനിച്ചവർക്ക് ജോലിയിലും നിങ്ങളുടെ കരിയറിലും അതുപോലെ നിങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ഏറ്റവും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നടക്കുമെന്നുള്ളത് ഉറപ്പാണ്. അതുപോലെ തന്നെ ഭാഗ്യ പെരുമഴയെന്നാണ് ജ്യോതിഷ ലോകം ഈ ഒരു സമയത്ത് ധനുരാശിക്കാരിലേക്ക് വരുവാൻ പോകുന്ന ഉയർച്ചകളെയും നേട്ടങ്ങളെയും വിശേഷിപ്പിക്കുന്നത്. ഈ ധനു രാശിയിൽപ്പെടുന്ന വ്യക്തികളായിട്ട് വരുന്നത് മൂലം, പൂരാടം, ഉത്രാടം ഉൾപ്പെടുന്ന നക്ഷത്രക്കാരായിട്ട് വരുന്നവരാണ്. ഇതിൽ മൂലം നക്ഷത്രക്കാരായിട്ട് വരുന്ന വ്യക്തികളൊക്കെ ജീവിതത്തിൽ വളരെയധികം വിഷമതകളും സാമ്പത്തികമായിട്ടൊക്കെ വളരെ കടം കയറി മുടിഞ്ഞു നിൽക്കുന്ന അവസ്ഥയിൽ നിൽക്കുന്ന നിരവധി ആളുകളുണ്ട്. എന്നും കഷ്ടതകളാണ് ജീവിതത്തിൽ. ഒരു സന്തോഷം തിരിച്ചറിയുവാനുള്ള ഒരു നിമിഷം ഉണ്ടായിട്ടുള്ളതായിട്ട് ഓർമ്മയിൽ പോലുമില്ല. ഇത് മൂലം രാശിക്കാർക്ക് മാത്രമല്ല, പൂരാടം, ഉത്രാടം വരുന്ന നക്ഷത്രക്കാർക്കും വളരെയധികം എണ്ണിയാൽ തീരാത്ത സങ്കടങ്ങൾ ജീവിതത്തിൽ നിരവധിയാണ് വന്നുകൊണ്ടിരുന്നത്. എന്നാൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് പ്രതിസന്ധികൾ മാറി സന്തോഷവും ശുഭകാര്യങ്ങളും വന്നു ചേരുന്ന തരത്തിലുള്ള അനുഭവങ്ങളായിരിക്കും ഇനി അങ്ങോട്ട് വരുവാൻ പോകുന്നത്. അതുപോലെ തന്നെ ധനുരാശിക്കാർക്ക് ഈ ഗ്രഹങ്ങളുടെ സ്ഥാനമാറ്റം സംഭവിക്കുന്നതിന്റെ ഫലമായി കൂടുതൽ ഈശ്വര വിശ്വാസം വർദ്ധിക്കുകയും അതുപോലെ ഈശ്വരാധീനം വർദ്ധിപ്പിക്കുവാനുള്ള കാര്യങ്ങൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് കൂടുതൽ കാര്യങ്ങൾ ചെയ്യുവാനുള്ള ഭാഗ്യവും ഈ ഒരു സമയത്ത് നിലനിൽക്കുന്നുണ്ട്. ഇനി ബിസിനസ്സിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്ന, അതായത് പങ്കാളിത്ത ബിസിനസ്സിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്ന ധനുരാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് അതിൽ നിന്ന് ഏറ്റവും മികച്ച രീതിയിൽ ഒരു
ഒരു ലാഭം നിങ്ങളുടെ കൈകളിലേക്ക് വരികയും അതിലൂടെ നിങ്ങളുടെ കുടുംബത്തിന്റെ പല ആവശ്യങ്ങളും സന്തോഷപൂർവ്വം നടത്തി കൊടുക്കുവാൻ നിങ്ങൾക്ക് കഴിയുകയും ചെയ്യുന്ന തരത്തിലുള്ള ഫലങ്ങളും ഈ ഒരു സമയത്ത് കാണുന്നുണ്ട് നിങ്ങളിൽ. അപ്പോൾ സാമ്പത്തിക നഷ്ടം നിങ്ങളുടെ ചില ശ്രദ്ധ കുറവ് കൊണ്ട് ഈ സമയത്ത് ഉണ്ടായേക്കാം. വളരെയധികം തിരിമറികൾ നടത്തുകയും അതുപോലെ തന്നെ മറ്റുള്ളവരെ കണ്ണുമടച്ച് വിശ്വസിക്കുകയും ഒക്കെ ചെയ്യുന്നവരാണ് നിങ്ങളെങ്കിൽ അതൊക്കെ ഈ സമയത്ത് ശ്രദ്ധിച്ചു വേണം. അല്ലാതെ മറ്റുള്ള അവസ്ഥകൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഏറ്റവും മികച്ച രീതിയിലുള്ള അനുഭവങ്ങളും സാമ്പത്തിക നേട്ടങ്ങളുമാണ് ധനുരാശിക്കാരെ തേടിയെത്തുന്നത്. ഈ ഗ്രഹങ്ങളെല്ലാം നിങ്ങൾക്ക് ഭാഗ്യം നൽകുവാൻ തന്നെയാണ് ഈ ഒരു സമയത്ത് വന്നു നിൽക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രതിസന്ധികളോ കഷ്ടതകളോ നിങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ പേരുകൾ സഹിതം എഴുതി കമന്റ് സെക്ഷനിൽ അറിയിക്കുകയാണെങ്കിൽ തീർച്ചയായും ഞാൻ എൻ്റെ നിത്യപൂജയിൽ നിങ്ങളെ ഉൾപ്പെടുത്തുന്നതായിരിക്കും. അടുത്ത ഒരു വീഡിയോയുമായി നാളെ കാണുന്നത് വരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.